എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി മീൻ കൂട്ടിയിട്ട് അങ്ങനെ മത്തി ഓർഡർ ചെയ്തു. ഫ്രഷ് ടു ഹോം ത്രൂ ആണ് ഓർഡർ ചെയ്തത്. അവരുടെ ഒരു പഴയ കസ്റ്റമേഴ്സാണ് ഞങ്ങൾ കേട്ടോ. എനിക്ക് തോന്നുന്നത് അവർ ഞങ്ങളുടെ ഏരിയയിൽ എപ്പോഴാണോ സർവീസ് തുടങ്ങിയത് അന്ന് മുതൽ ഞങ്ങൾ ഫ്രഷ് ടു ഹോം ത്രൂ ആണ് മീൻ ഓർഡർ ചെയ്യാറ്. ഒരു ഹാപ്പി കസ്റ്റമർ എന്ന് തന്നെ പറയാം. കാരണം നല്ല മീനാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ പ്രാവശ്യം എല്ലാം ക്ലീൻ ചെയ്തതായിരുന്നു. നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാൻ മാത്രം മതിയായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ അതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്യാം. അതൊക്കെ ക്രഷ് ചെയ്ത് സൈഡിൽ വെക്കാം. ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ മറക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ വേണ്ടിയിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് നമുക്ക് ആവശ്യം. അതൊക്കെ എത്രയാണോ മത്തിയുള്ള അതിന് കണക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് എരിവ് വേണ്ടത് ആ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊക്കെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ പച്ച മണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഈ പുളീൻ്റെ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം എല്ലാം ഇളക്കി എല്ലാം സെറ്റായി വെച്ചതിന് ശേഷം നമുക്ക് മത്തി ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഏകദേശം ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിയും ആ മത്തിയും കൂടെ ഒക്കെ ചേർത്ത് നമുക്ക് വേറൊരു കറീൻ്റെ ആവശ്യമില്ല ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.